ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. നമ്മുടെ മോർണിംഗ് റൊട്ടേഷൻ ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ്, നല്ല മഞ്ഞും തണുപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഇന്ന് രാവിലെ എന്നെ കുളി പാസ്സാക്കിയിട്ടോ, അല്ലെങ്കിൽ ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് കുളിക്കാറ്. ഇന്നിപ്പോൾ ഒരു ഇച്ചിരി നേരത്തെ അങ്ങ് കുളിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 6:30 ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. എങ്കിലും നല്ല പോലെ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുളിച്ചപ്പോൾ എനിക്ക് അത്ര തണുപ്പൊന്നും തോന്നിയില്ല. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നാ മഞ്ഞ, എന്നാ തണുപ്പാ. ഞാനാണ് ഈ സമയം കുളിച്ചതെന്ന് ഞാൻ തന്നെ അതിശയിച്ചു കേട്ടോ. അത്രയ്ക്ക് തണുപ്പ്. അതേ നോക്കിയാൽ മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര തണുപ്പും മഞ്ഞുമാണ്. അപ്പോൾ ഞാൻ ഓടി തന്നെ അകത്ത് കയറി. ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം തുറന്നിടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൊട്ടേഷനാണ്. അപ്പോൾ രാവിലെ ചായക്കുള്ള പരിപാടികളൊക്കെയാണ് ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നത്. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി വൈകിപ്പോയി. ഈ ടൈമിൽ കട തുറക്കാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ 6:30 ആയിപ്പോയി ആൾ ഇറങ്ങിയപ്പോഴേ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഇന്നലെ പച്ചരി കുതിർത്ത് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു രീതിയും ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ പച്ചമുളക് വെച്ചിട്ട് എഗ് റോസ്റ്റ്, ഗ്രീൻ ചില്ലി എഗ് റോസ്റ്റ് എന്നാണ് അതിൽ അവർ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അവർ ആ ഉണ്ടാക്കിയത് എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഈസി ആയിട്ടും വളരെ എളുപ്പമുള്ള രീതിയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അപ്പത്തിന് ഞാൻ അത് ചെയ്യാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉമ്മിച്ചി പുറകിൽ വന്നിട്ടുണ്ട്. ഉമ്മിച്ചി വെറുതെ വന്നതാണ്. അപ്പം ഇന്നിപ്പോൾ ചായ ഒരു ഉമ്മിച്ചിക്കും കൂടെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ചു. കടയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ന് അപ്പവും നല്ല അടിപൊളി നമ്മളെ പരീക്ഷണം എന്ന രീതിയിൽ, വലിയ റിസ്ക്കുള്ള പണിയൊന്നുമില്ല കേട്ടോ, കുറച്ച് ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ ചില്ലി എഗ് റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ കറി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും നല്ല അടിപൊളിയാണെങ്കിൽ ഞാൻ പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തയ്യാറെടുപ്പിലോട്ട് പോകാം. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുന്നേ തന്നെ വന്ന് ജസ്റ്റ് ഈ മാവ് പതഞ്ഞെങ്ങാനും പുറത്ത് പോയോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ എപ്പോഴും ഈ അരച്ച് വെക്കുമ്പോൾ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഈസ്റ്റ് ഒത്തിരി ഇട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ, ഒരു ഇച്ചിരി ഇട്ടുള്ളൂ. കാരണം ഒത്തിരി ഈസ്റ്റ് ഇടുമ്പോഴാണ് ഈ പതഞ്ഞ് വരുന്നത്. എനിക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. അപ്പോൾ ഞാൻ ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഞാൻ ആ പതഞ്ഞ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതൊക്കെ മാറ്റും കേട്ടോ. കാരണം വെച്ചാൽ എന്നാലും അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതിൻ്റെ ഇടയിൽ എൻ്റെ സുന്ദരിമാണി എണീറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കടുകും ഏലക്കയും ഒക്കെ ഇട്ട് വെച്ചിരുന്ന കുഞ്ഞ് ടിന്നികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ചിരിച്ച മുഖമൊക്കെയാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം ചിലുക്കി കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. അപ്പോൾ 3 മുട്ട ഞാൻ വെള്ളം വെച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. വേറെ ഇപ്പോൾ ഇന്നലെ ഒന്നും മഴയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റ് കേട്ടോ. ഇന്ന് അത്ര വെയിലിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് അത്യാവശ്യം മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താണ്, മാറിയും തിരിഞ്ഞുള്ള ഒരു ക്ലൈമറ്റ് കേട്ടോ നമുക്ക്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് ഈ ചുമയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിട്ടുമാറി ഇങ്ങനെ മാറാണ്ട് തന്നെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ പകൽ ഒരു 10 മണി കഴിയുമ്പോൾ അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള വെയിലും ചൂടുള്ള വെയിൽ, അത് കഴിയുമ്പോൾ പിന്നെ ഒരു തണുപ്പ് കയറി വരിക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ക്ലൈമറ്റ് ഒന്ന് നമ്മുടെ ബോഡിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ ഞാൻ നമ്മുടെ എഗ് റോസ്റ്റിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, എരിവുള്ള പച്ചമുളകാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകാണ് നമ്മളിതിൽ മെയിൻ ചേർക്കുന്നത്. പിന്നെ സവോള, ഇതിൽ തക്കാളി നമ്മൾ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. സവോളയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവോളയുടെ റേറ്റ് ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഞങ്ങൾ കടയിലേക്ക് ഇപ്പോൾ സവോളയും ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്, ഒന്ന് റേറ്റ് താന്നിട്ട് എടുക്കാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഈ മേടിച്ചുകൊണ്ട് വന്നത് എങ്ങോട്ടോ കിലോയ്ക്ക് 80 രൂപ റേഞ്ച് എങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ സവാള മുട്ടക്കറി വെക്കൽ കുറവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എഗ് റോസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഒരു ചെറുതായിട്ടൊരു പൊട്ടലുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ഒരു വൈറ്റ് സംഭവം പോലെ ഇങ്ങനെ വരുന്നത്. എനിക്കത് ഇട്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു.
അപ്പോൾ എന്തായാലും അതങ്ങനെ ഇരുന്നോട്ടെ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ തിളച്ച് അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നൈസായിട്ട് നീളത്തിന് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഇതിപ്പോൾ വീഡിയോയിൽ ഇത്തിരി സ്പീഡപ്പായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. സവാള കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ചില ടൈമിൽ കണ്ണിന് ഭയങ്കരമായിട്ട് പോച്ചിലും നീറ്റിലും ഒക്കെ വരും കേട്ടോ. ചില ടൈമിൽ കുഴപ്പമൊന്നുമല്ല. വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ അങ്ങനെ നീറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന്, കാരണം വെച്ചാൽ മോൾ എപ്പോഴാണ് അവളുടെ ആ ഇത് മാറുന്നതെന്ന് എനിക്കറിഞ്ഞില്ല. അപ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്നൊന്ന് തയ്യാറാക്കാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞാനിവിടെ സവാള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞുമ്മി കണ്ണെന്ന്. കാരണം എനിക്ക് ഇത് അവൾക്ക് എരിയുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിൽ വെള്ളമൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആളിനെ അങ്ങ് മാറ്റി. അപ്പം നമ്മൾ സവാളയൊക്കെ അത് കനം കുറച്ച് കട്ട് ചെയ്ത് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇന്നത്തെ കറി, നമ്മുടെ കറി അടിപൊളിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ വളരെ ടേസ്റ്റാണെന്നാണ് ഇതിൽ നല്ല ടേസ്റ്റായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പച്ചമുളകും മല്ലിയിലയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി തന്നെ എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ സവാള ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വഴറ്റി എടുക്കാനുള്ള ട്രിക്കൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ ഇളക്കിയിട്ട് ഇടയ്ക്ക് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ആക്കിയാലും സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ചൂടായി വന്നു. ഞാനപ്പോൾ കുറച്ച് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സവാള കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് മസാല ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സവാള ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇളക്കിയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഉടച്ച് എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ടെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ മല്ലിയിലയാണ്, അതുപോലെ നാടൻ കറിവേപ്പിലയും. അപ്പോൾ അത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് തീരെ കുറഞ്ഞു പോകണ്ട, എന്നാൽ ഒത്തിരി കൂടിയും പോകണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഈ സവാള ഒന്ന് വാടി ഒന്ന് ജസ്റ്റ് ഇളക്കി വരുമ്പോൾ നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് വാടി വന്നിട്ട് ഈ ചതച്ച് വെച്ചേക്കുന്ന സംഭവമില്ല അതൊന്നൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ളത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഉച്ചത്തത് ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇന്നലത്തെ മീൻ കറി ഉണ്ടാക്കിയത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാക്കിയില്ല. മോക്ക് മാത്രം ജസ്റ്റ് ബീട്രൂട്ട് ഒന്ന് കുക്കറിൽ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് അത് ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ മുളകും അതും മല്ലിയിലും എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തത് ഞാൻ കൈ തൊടാണ്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ എടുത്തു കൊടുത്തു. കാരണം വെച്ചാൽ മോളെ എടുക്കുമ്പോഴേ പിന്നെ എരിവ് അങ്ങനെ മോക്ക് ഫീൽ ചെയ്താലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതേ സവാള വാടി വന്നപ്പോൾ ഞാൻ ചതച്ച് വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും മല്ലിയിലയും കൂടെ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് വാടി വരും. ഫ്ലെയിം കൂട്ടി വയ്ക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ. സവാള ഇതിൻ്റെ മെയിൻ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, സവാള നന്നായിട്ട് വാടി തന്നെ വരണം, എന്നാൽ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് കയറി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളെ സവാള നന്നായിട്ട് വാടി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുട്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മുട്ട പുഴുങ്ങിയ ഉടനെ തന്നെ സാധാ നമ്മൾ ടാപ്പിലെ വെള്ളം തുറന്നു വിടുക കേട്ടോ. അപ്പോൾ ആ ചൂട് വെള്ളം ഒന്ന് മാറി പെട്ടെന്ന് പച്ചവെള്ളം കൂടെ കയറി വരുമ്പോൾ മുട്ടയുടെ തൊണ്ടൊക്കെ നന്നായിട്ട് ഇളകി വരാൻ എളുപ്പമാണെന്ന് പറഞ്ഞു, ഒരു ടിപ്പാട്ടോ അത്. അപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ ആ ജാറൊന്ന് ജസ്റ്റ് കഴുകിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമുക്ക് പെരിഞ്ചീരകവും പെരിഞ്ചീരകം, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഇത്രയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം കളർ കിട്ടുമെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഗ്രീൻ കളറിൽ പച്ച നിറത്തിലാണ് റോസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഒത്തിരി
ഗ്രേവി വേണ്ട, ഒരു കുഴമ്പൻ രൂപത്തിൽ വേണം വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചില്ലി എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മസാലിൻ്റെയും നമ്മുടെ ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു എരിവ് വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ല നമ്മുടെ പഞ്ഞി പോലത്തെ അപ്പം കൂടെ ഉണ്ടാക്കിയാലോ. ഞാൻ അരച്ചിച്ചപ്പല്ലേ, അതുകൊണ്ടാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ തപ്പു എന്നൊക്കെ പറഞ്ഞ്. കുഴപ്പമില്ല, ഒരു ആവറേജ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അപ്പമൊക്കെ നല്ലതാകുമ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ വരും കേട്ടോ, ഇക്കടെ മുന്നിൽ മാത്രം നല്ല അപ്പമാണെങ്കിൽ. എന്നാൽ ഇക്ക പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ ചോദിക്കുക, എന്നിട്ട് അപ്പം എങ്ങനെയുണ്ട്, കറി എങ്ങനെയുണ്ട്, കുഴപ്പമില്ല ഇങ്ങനെ പറയാം. എന്നാലും അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അഹങ്കാരം വരുമെന്നേ, അതുകൊണ്ടായിരിക്കും ഇക്ക പറയാത്തത്. അപ്പോൾ മോൻ പറഞ്ഞു മോന് ഇഷ്ടമായി. കാര്യം എന്ന് വെച്ചാൽ അവൻ ഇന്ന് ഈ 2 അപ്പം കഴിച്ചു കേട്ടോ. അത് 2 അപ്പവും കഴിച്ചു, പിന്നെ കറി മുക്കി തന്നെ കഴിച്ചു കേട്ടോ. കാരണം എരിവ് ഞാൻ അവന് കണക്കാക്കിയുള്ള എരിവ് ഇട്ടുള്ളൂ, പച്ചമുളക് അത്രയ്ക്ക് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുതിയ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രീൻ ചില്ലി എന്താണ് എഗ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. കഴിച്ചിട്ടും മോനും ഇക്കയും എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി മോൻ പറഞ്ഞു ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ഈ എരിവൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിൽ നമ്മുടെ മോർണിംഗ് റെസിപ്പി മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇന്ന് എന്താണ്, സ്പെഷ്യലാണോ അതോ നല്ല നാടൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ എന്താണ്, അപ്പം ഒത്തിരി ഞാൻ മുരിച്ചെടുക്കില്ല കേട്ടോ. നമുക്ക് നടുക്കൊന്ന് വെന്ത് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഒഴിക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും, എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കറിയാമല്ലോ വേവുന്നത്, എന്നിട്ട് പിന്നെ വീണ്ടും ഫ്ലെയിം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറയ്ക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പം വെന്ത് കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ഗ്രീൻ ചില്ലി എഗ് റോസ്റ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നറിയാം. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഒരു ഡേ ഇൻ മൈ ലൈഫ്, നാളെ സൺഡേ ആണല്ലോ, നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ മാക്സിമം വരാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. ടാറ്റാ.